അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടാനുള്ള കൂടുതൽ കുങ്കിയാനകൾ ഇന്നെത്തും. ആനയെ മയക്കി പിടികൂടുന്നതിനായാണ് കുങ്കിയാനകളെ എത്തിക്കുന്നത്. ഇന്നും ആനയെ വനം വകുപ്പ് നിരീക്ഷിക്കുന്നത് തുടരും. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഇന്ന് ആനയെ പിടികൂടാനുള്ള ആ ഒരു നടപടികളൊക്കെ ഏതു രീതിയിലാണ്? കുങ്കിയാനകളെയൊക്കെ എപ്പോഴേക്കാണ് എത്തിക്കുക? സ്വാതി, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് വയനാട്ട് മുത്തങ്ങയിലെ വനവകുപ്പിന്റെ കേന്ദ്രത്തിൽ നിന്നും കുങ്കിയാനകളുമായിട്ടുള്ള ലോറി പുറപ്പെട്ടത്. രാവിലെ 7 മണിയോടുകൂടി ലോറി ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വിക്രം എന്ന ആനയെ, കുങ്കിയാനയെ വനവകുപ്പിന്റെ ദൗത്യത്തിൽ സാധാരണ പങ്കെടുപ്പിക്കാറുള്ള പ്രധാനപ്പെട്ട ആനകളിലൊന്നായ വിക്രമിനെ ഇന്നലെ അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് എത്തിക്കുന്നത് കോന്നി സുരേന്ദ്രനും കുഞ്ചുവുമാണ്. ഈ 3 ആനകളും ചേർന്നാണ് അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യത്തിനായി ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെയും അടക്കം സഹായിക്കാൻ എത്തുന്നത്. ഈ ആനകൾ 3ഉം എത്തിയാലുടൻ എത്തി ആനകളെ 3നെയും എത്തിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ വനവകുപ്പ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കോടനാട്ടെ അഭയാരണ്യത്തിലെ കൂട് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇന്ന് തുടക്കമിടും. ഇതിനായി മൂന്നാറിൽ നിന്നും കണ്ടെത്തിയ യൂക്കലിപ്സ് മരങ്ങൾ അതിൻ്റെ ആദ്യ ലോഡ് എറണാകുളത്തേക്ക്, കോടനാട്ടേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഈ മരങ്ങൾ കൂടി എത്തുന്നതോടെ കൂട് ബലപ്പെടുത്താൻ ആരംഭിക്കും. അതിനുള്ള ജോലിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. കൂട് ബലപ്പെടുത്തി JCB ഉപയോഗിച്ച് വീണ്ടും കൂടിൻ്റെ ബലപരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കിടക്കുക. നാളെ ഉച്ചയോടുകൂടി, അതായത് മറ്റന്നാൾ ഉച്ചയോടുകൂടി കൂട് ബലപ്പെടുത്തുന്ന ജോലികൾ പൂർത്തീകരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റന്നാൾ ഉച്ചയോടുകൂടി കൂട് ബലപ്പെടുത്താൻ സാധിച്ചാൽ അന്ന് തന്നെ ഒരുപക്ഷെ ദൗത്യം ആരംഭിച്ചേക്കും. അല്ലെങ്കിൽ അടുത്ത ദിവസം വ്യാഴാഴ്ചയിലേക്ക് നീണ്ടുപോയേക്കും ഒരുപക്ഷെ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കുകയാണ് വനവകുപ്പ്. അതിന് നിലവിലെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ ചികിത്സ നൽകി അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകും, അല്ലെങ്കിൽ രക്ഷിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ആരോഗ്യാവസ്ഥ മോശമായ കൊമ്പന് വലിയ മരങ്ങൾ, ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ കാട്ടാനകൾ പതിവായി എണ്ണപ്പനകൾ മറിച്ചിട്ട് അത് ഭക്ഷിച്ചാണ് ഭൂരിഭാഗം ആനകളും ആഹാരം കഴിക്കാറുള്ളത്. പക്ഷേ നിലവിലെ മുറിവേറ്റ കൊമ്പനെ സംബന്ധിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയ എണ്ണപ്പനകൾ മറിച്ചിട്ട് ഭക്ഷിക്കാനുള്ള ആരോഗ്യശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനവാസ മേഖലയിലേക്ക് അടക്കം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വാഴകളും അതോടൊപ്പം തന്നെ കവുകളും പോലെ താരതമ്യേന ബലം കുറഞ്ഞ സസ്യങ്ങളും മരങ്ങളുമൊക്കെ മുറിച്ച്, അല്ലെങ്കിൽ അത് മറിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വനത്തിലെ ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളവും കുടിക്കുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ആനയുടെ ആരോഗ്യാവസ്ഥ മോശമായി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ അടക്കം വ്യക്തമാകുന്നതാണ്. പക്ഷേ